തിരുവനന്തപുരം SIT ആശുപത്രിയിൽ തിരക്ക് മൂലം കുട്ടികൾ മരിക്കുന്നത് പതിവെന്ന് ഡ്യൂട്ടി നഴ്സിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ജീവനക്കാരുടെ കുറവ് മൂലം ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും അർഹമായ ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്നും തങ്ങൾ നിസ്സഹായരാണെന്നും ഇവർ റിപ്പോർട്ടറോട് തുറന്ന് സമ്മതിക്കുന്നു. റിപ്പോർട്ടർ ഫോളോ അപ്പ്. ചികിത്സ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ബ്ലീഡിംഗ് ആയി കുഞ്ഞെടുത്താവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒട്ടും സുരക്ഷിതമല്ല. സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കുമായുള്ള സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട SIT ആശുപത്രിയിലെ ഡ്യൂട്ടി നഴ്സിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണിത്. ഗൈനക് വാർഡിൽ മാത്രം ഏകദേശം 500ഓളം പേഷ്യൻസ് കാണും. കാഷ്വാലിറ്റിയിലായിരുന്നാലും എവിടെയായിരുന്നാലും വാർഡിലായിരുന്നാലും ഒരു പേഷ്യന്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമുക്ക് ലേബർ റൂമിൽ എത്തിക്കാൻ പറ്റത്തില്ല. മെഡിസിൻ തന്നെ രാവിലത്തെയുള്ള മെഡിസിൻ ഉച്ചയ്ക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത്. സ്റ്റാഫ് ഷോർട്ടേജ് കാരണം 2-3 ബ്ലീഡിംഗ് കേസ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ആരെയും നോക്കാൻ പറ്റത്തില്ല. ഗൈനക്കോളജി വിഭാഗത്തിൽ 7 വാർഡുകളുള്ള SITയിൽ ഓരോ വാർഡിലും 160-ൽ പരം ഗർഭിണികളാണുള്ളത്. ഇവരെ പരിചരിക്കാൻ ആകെയുള്ളത് ഒരു നഴ്സും അസിസ്റ്റന്റും മാത്രമാണ്. ഏകദേശം 5-6 ഡെലിവറി ഒറ്റ ടൈം നടക്കാറുണ്ട്. അതാണ് പറയുന്നത്, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. വാർഡുകളിലും ഓരോ ഡ്യൂട്ടിക്ക് ഓരോ അറ്റൻഡേഴ്സ് മാത്രമേ കാണാറുള്ളൂ. അതൊന്നെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ അറ്റൻഡേഴ്സ് ആവാം. അവരെ കൊണ്ടും കറക്റ്റ് സമയത്ത് പേഷ്യൻ്റ് ലേബർ റൂമിലോ ICUലോ കുഞ്ഞുങ്ങളെ പീഡിയാട്രിക് ICUലോ എത്തിക്കാൻ പറ്റത്തില്ല. കറക്റ്റ് സമയത്ത് എത്തിക്കാൻ പറ്റത്തില്ല. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് SIT ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 140 പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകളെ പരിചരിക്കാൻ വാർഡിലാകെയുള്ളത് ഒരു നഴ്സ് മാത്രം. 4 രോഗികൾക്ക് ഒരു നഴ്സ് എന്നതാണ് കണക്കെന്ന് കൂടി അറിയുമ്പോഴാണ് ഈ ആശുപത്രിയുടെ ഭീകരാവസ്ഥ കൂടുതൽ വെളിവാകുന്നത്. ശരണ്യ സ്നേഹജൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം.